ഇന്ന് കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരാം. എൻ്റെ ഫ്രണ്ട് പാർവതിയുടെ കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളാണ്. ഈ ഒരുങ്ങി റെഡിയാവുന്ന സമയത്ത് ചില ടൈമിൽ ഞാൻ ചിരിക്കാൻ മറന്നു പോകും. ഓപ്പോസിറ്റ് നിങ്ങളാണ് ഉള്ളത് എന്നുള്ള ബോധമൊന്നും ചില സമയത്ത് ഉണ്ടാവില്ല. കണ്ണൂർ ടു കോഴിക്കോട് ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ. കൂടെ പാറുവിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പാറുവിൻ്റെ ഹസ്സിൻ്റെ വീടാണ് കേട്ടോ കോഴിക്കോട്. ഇത് പാവയിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ ജയ്ഹിന്ദ് എന്ന് പറയുന്ന റിസോർട്ടാണ് കേട്ടോ. കാണാൻ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പുഴവക്കിൽ തന്നെയുള്ളൊരു റിസോർട്ട്. ഞാൻ അവരൊക്കെ എത്തുന്നതിന് മുന്നേ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ കറങ്ങി ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കലായിരുന്നു എൻ്റെ പണി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പാർവതി. വാവയുടെ പേര് കണ്ണകി എന്നാണ് കേട്ടോ. നല്ല പേരല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരു 2-3 മാസം പ്രായമുള്ളപ്പോഴാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഇപ്പോഴാണ്. എന്താ പറയുക, കുഞ്ഞുങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവുന്നത്. ഞങ്ങളുടെ പഠിപ്പ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10 ഇയർ ആവാനാണ് പോണത്. ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ ഒരു ഗ്യാങ്ങിൽ. അവരെല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ആകെക്കൂടെ ഒരു 5-6 പേരെ ആ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം ചെയ്തതാണ്. കാരണം പഠിച്ചിറങ്ങിയാലും അത് ഇനിയുള്ള വർഷങ്ങളോളം നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നതിൽ ഒരു ഭാഗ്യം തന്നെ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് വാവയുടെ കേക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയൊരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ, ഡോറയുടെ ഒക്കെ വെച്ചിട്ട്. കേക്ക് മുറിക്കാൻ നേരത്ത് കത്തി തരാൻ ഒട്ടും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി. അവസാനം എങ്ങനെയൊക്കെയോ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കേക്ക് മുറിച്ചു. ആൾക്ക് കേക്കേ വേണ്ട. കേക്ക് മുറിയുടെ ഒരു ടൈമിൽ ഉള്ള ഒരു വാശി ഒഴികെ ബാക്കി എല്ലാ ടൈമും ആൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പിറന്നാൾ സമയമല്ലേ, ആ ഒരു ടൈമിൽ കുട്ടികൾക്ക് എന്തായാലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ആൾക്കും ചെറിയൊരു പനിയും കോൾഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ പാടെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ കൂടെ. തിരിച്ച് വരുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് കണ്ട ഒരു കുഞ്ഞുമണിയാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നേ. ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഏട്ടനും ഉണ്ണിയും കൂടി എന്നെ കൂട്ടാൻ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ഒരുപാട് ഹാപ്പിനെസ് തന്നൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.